ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഡെയിലി ലൈഫ് പലപ്പോഴും വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വളരെ വിലപ്പെട്ട സമയം ചുമ്മാ അങ്ങ് കളയുന്നുണ്ടാവും. നമ്മളുടെ എല്ലാ ദിവസവും കുറച്ചുകൂടി എഫക്റ്റീവ് ആയാൽ നമ്മൾ എത്രമാത്രം സക്സസ്ഫുള്ളും സന്തോഷവാന്മാരുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാനുള്ള 5 Pകളെക്കുറിച്ചാണ്. ഈ 5 Pകളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങളുടെ ദൈനംദിന ജീവിതം കുറച്ചുകൂടി ഉഷാറാക്കി മാറ്റാം. ഏറ്റവും ആദ്യത്തെ P എന്ന് പറയുന്നത് പേർപ്പസാണ്. പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. ചില ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവണം, ചില എയിമുകൾ ഉണ്ടാകണം, ഇന്നത് അച്ചീവ് ചെയ്യണം എന്നുള്ള ധാരണകൾ ഉണ്ടാകണം. അപ്പോൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ വീട്, കാറ് പോലുള്ള വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള പേർപ്പസ് ആണ് ആവശ്യമുള്ളത്. പലപ്പോഴും പല ആളുകളും മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജീവിക്കുന്നത് വളരെ സന്തോഷവാന്മാരായിട്ടും സമാധാനത്തോടു കൂടിയും കഴിയാൻ വേണ്ടിയാണ് എന്നുള്ളത് പലരും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഈ സന്തോഷവും സമാധാനവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പേർപ്പസിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തിനു വേണ്ടിയാണ് ശരിക്കും ജീവിക്കുന്നത്. മാത്രമല്ല, ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുന്നത് നമ്മളുടെ മോട്ടിവേഷൻ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാനും നമ്മളെ ഒന്ന് ഡ്രൈവ് ചെയ്യാനും ഒക്കെ ശരിക്കും സഹായിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ P പേർപ്പസാണ്. രണ്ടാമത്തെ P പ്ലാനിങ് ആണ്. വെറുതെ പേർപ്പസ് ഉണ്ടായതുകൊണ്ടോ ഒരു ടാർഗറ്റ് ഉണ്ടായതുകൊണ്ടോ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായതുകൊണ്ടോ മാത്രം കാര്യമൊന്നുമില്ല. ഇത് എങ്ങനെ എത്തിച്ചേരും, ഇവിടേക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് എങ്ങനെ എത്തിച്ചേരും എന്നുള്ള റൂട്ട് മാപ്പ് ഉണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡൽഹിക്ക് പോകണമെന്ന് വിചാരിക്കുക. ഡൽഹിക്ക് പോകാനായിട്ട് പലതരത്തിൽ നമുക്ക് പോവാം, പല റൂട്ടുകളിലൂടെ പോകാം. അപ്പോൾ ഏത് റൂട്ടിലൂടെ പോയാലാണ് അത് ഏറ്റവും എഫക്റ്റീവ് ആവുക, ഏത് റൂട്ടിലൂടെ പോയാലാണ് നമ്മുടെ പേർപ്പസ് ഫുൾഫിൽ ആവുക, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടതുണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലോങ് ടേം പ്ലാനിങ്ങും ഉണ്ട്, ഷോർട്ട് ടേം പ്ലാനിങ്ങും ഉണ്ട്. ലോങ് ടേം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, മേ ബി ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരായിത്തീരണം. പ്രത്യേകിച്ചും ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, 20കളിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം വേണ്ട, 10 വർഷം കഴിയുമ്പോൾ എന്താകണമെന്നുള്ള ധാരണ അവർക്കുണ്ടെങ്കിൽ അതവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ കരിയർ അങ്ങനെ മോൾഡ് ചെയ്യാൻ അവർക്ക് എളുപ്പമാകും. അപ്പം പ്ലാനിങ് ലോങ് ടേമിൽ ചെയ്യാം, ഒപ്പം ഷോർട്ട് ടേമിൽ എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യുന്നത്, ഡെയിലി പ്ലാനിങ്ങുകൾ ചെയ്യാം. ഗൂഗിൾ കലണ്ടർ പോലുള്ള ആപ്പുകൾ വെച്ചുകൊണ്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് നാളെ എന്ത് ചെയ്യണമെന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. മാത്രമല്ല, അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്ത് പോവുകയും എന്തെല്ലാം കഴിഞ്ഞു എന്ന് നോക്കുകയും ചെയ്യുകൂടി ചെയ്താൽ ഒരു സംശയം വേണ്ട, ആ ദിവസം ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. അപ്പോൾ പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് നമ്മളുടെ ദൈനംദിന ജീവിതം ഉഷാറാക്കാനായിട്ട്. അടുത്ത P എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്താണ്. പലപ്പോഴും നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ പിടിപെടാൻ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ കൺസേൺഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ജിമ്മിൽ പോകുന്നത് 40 വയസ്സും 45 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഡോക്ടറെ ഉപദേശിച്ചിട്ടുണ്ടാവും, നടക്കണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ. ഒരു കാര്യം ഒന്ന് ആലോചിച്ചു, നിങ്ങൾ ചെറുപ്പത്തിലെ കൃത്യമായിട്ടൊരു റുട്ടീനിൽ ഈ എക്സസൈസും അത്യാവശ്യം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചുള്ള കൺസേണും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, വളരെ ഭംഗിയായിട്ട് വളരെ ഈ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരു മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫിസിക്കൽ സംഭവം മാത്രമല്ല, അത് മൈൻഡിനെയും ബാധിക്കും. നമ്മൾ മൈൻഡിനെ കുറച്ചുകൂടി ആക്റ്റീവായി നിർത്താനൊക്കെ അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിച്ചോളും, ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായിട്ട് നിങ്ങളതിനെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബോഡി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിനെ ഏറ്റവും അധികം കെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത P എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്. ചെറിയ കാര്യമൊന്നുമല്ല. പോസിറ്റിവിറ്റി ഇങ്ങനെ എല്ലാവരും പറയുമെങ്കിലും പോസിറ്റീവ് ആവുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം നമ്മൾ കാണുന്ന എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണുക, അല്ലെങ്കിൽ ഒപ്റ്റിമിസം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. വലിയ വലിയ മതഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഒരു മതഗ്രന്ഥങ്ങളും ഉണ്ടായ കാര്യങ്ങൾ മോശമാണ് എന്നല്ല പറയുന്നത്, എന്ത് തന്നെ ഉണ്ടായാലും അതെല്ലാം നല്ലതിനാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്, സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നല്ലതിന് മാത്രമാണ് ഇവിടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അതിശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, മനസ്സിലെപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് നല്ലതിനല്ല, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങളെ ഇപ്പോൾ താൽക്കാലികമായി അത് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നാളേക്ക് നിങ്ങൾക്കൊരു നല്ലത് വരുത്താൻ വേണ്ടിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതാണ് പ്രപഞ്ച സത്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരമൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ എല്ലാത്തിനെയും വളരെ ധൈര്യത്തോടു കൂടി നമുക്ക് നേരിടാൻ പറ്റും. മാത്രമല്ല എല്ലാത്തിലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് ഫൈനലി പീപ്പിളാണ്, ആളുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ആളുകളെ നമ്മളുടെ ചുറ്റും നിർത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള, നമ്മൾ ഏറ്റവും അധികം ഇടപഴകുന്ന ആളുകളാണ് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നത്. നല്ല ആളുകളാണ് കൂടെയുള്ളതെങ്കിൽ, നല്ല സ്വഭാവമുള്ള ആളുകളാണ് കൂടെയുള്ളതെങ്കിൽ നമ്മുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കലി നല്ലതാവും. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളാണ് കൂടെയുള്ളതെങ്കിൽ നമ്മളും ഇൻ്റലിജൻ്റ് ആവും. റിച്ചായ ആളുകളാണ് കൂടെയുള്ളതെങ്കിൽ നമ്മളും റിച്ച് ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാവണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത്തരം ആളുകളുമായി കൃത്യമായി കൂട്ടുകൂടുകയും അത്തരം ആളുകളുമായി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയും കൂടി ചെയ്താൽ ഒരു സംശയം വേണ്ട, ജീവിതം ഏറ്റവും മനോഹരമായ ഒരു അനുഭൂതിയാക്കി മാറ്റാം. ഓൾ ദി ബെസ്റ്റ്.